കാസർഗോഡ് ഉപ്പളയിൽ വാച്ച്മാനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. ഉപ്പള പത്വാടിയിലെ സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഏറ്റവും ആദ്യം ഈ ഒരു സംഭവവും അതേപോലെ തന്നെ എങ്ങനെയാണ് അറസ്റ്റിലേക്ക് നയിച്ചതും എന്നുള്ളതിന്റെ വിവരങ്ങൾ. കാളിദാസ്, ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ മരിച്ച സുരേഷും സവാദും സുഹൃത്തുക്കളായിരുന്നു. ഇവർ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സവാദിനെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സവാദ് പ്രാഥമികമായും മൊഴി നൽകിയിട്ടുള്ളത്. ഈ മരിച്ച സുരേഷ് പയ്യന്നൂർ സ്വദേശിയാണ്. കൊല്ലം സ്വദേശിയാണ്. പയ്യന്നൂരിൽ ഏറെക്കാലമായി സ്ഥിരതാമസമാക്കിയ ആളാണ്. ഈ ഉപ്പളയിൽ വിവിധ ഫ്ളാറ്റുകളിൽ വാച്ച്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപകമായ തെരച്ചിലാണ് നടത്തിയത്. ഈ സവാദ് മുമ്പും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഇദ്ദേഹം വീട്ടിലേക്ക്, അതായത് ബന്ധു വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ പോലീസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇയാൾ മുങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇയാൾ കർണാടകത്തിലേക്ക് കടന്നു കളയാം എന്ന ഒരു സൂചനയാണ് പോലീസിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 3 സ്ക്വാഡുകളായി തിരിച്ചായിരുന്നു ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തിയത്. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ബന്ധുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനുള്ളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് കോടതിയിലേക്ക് കൈമാറും. എന്തായാലും ഈ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ പിടിയിലായ സവാദിന് 24 വയസ്സ് മാത്രമാണ് പ്രായം. മാത്രമല്ല, നിരവധി കേസുകളിൽ ഇയാൾ പ്രതി കൂടിയാണ്. കാളിദാസ്. ശരി ജോസഫ്, കാസർഗോഡ് വാച്ച്മാനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഉപ്പള സ്വദേശിയായിട്ടുള്ള സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കസ്റ്റഡി അപേക്ഷയിലേക്കും അല്ലെങ്കിൽ റിമാൻഡിലേക്കോ ഒക്കെ നീക്കങ്ങൾ ഉണ്ടായേക്കാം പോലീസിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.